പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടേക്ക് എത്തുന്നതാണ്. അങ്ങനെ വലിയ ഒരു സമരമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. 30 ദിവസമായി നടന്നു വരുന്ന സമരം ആണ് അവിടെ നടക്കുന്നത്. അതിപ്പോൾ വലിയ ശക്തമായ ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആ സമരവേദിയിലെത്തുമ്പോൾ ആ സമരം കൂടുതൽ കടുക്കുകയാണ്. ഇപ്പോൾ ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിരൺ, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സംഭവ സ്ഥലത്തെത്തി അനുനയ ചർച്ചകൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം രാഹുലുമായി ഏറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടുന്ന് മടങ്ങിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? പ്രതിപക്ഷ പാർട്ടികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ എവിടെയുമില്ലാത്ത രീതിയിൽ CJPയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളാണ് ഡൽഹിയിൽ വലിയ പ്രതിഷേധമുയർത്തിയത്. ഇന്നലെ അതിനെതിരെ പോലീസ് നടപടിയിലൂടെ അതിനെ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ന് വീണ്ടും അതുപോലെ തന്നെ യുവാക്കളുടെ ഒരു വലിയ നിരയാണ് സമരവുമായി രംഗത്ത് നിൽക്കുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമരം കൂടി നടക്കുന്നത്. ഈ പ്രതിഷേധത്തിനോട് ചേർന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കേരള മുഖ്യമന്ത്രി V.D. സതീശനും കേരള മന്ത്രി PC വിശ്വനാഥ്, മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ് MP, അങ്ങനെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മറ്റ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് MP മാരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സമരത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയും ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. വിദ്യാർത്ഥികളെ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചിട്ട് അതിനെ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് പ്രധാനമന്ത്രി. അതിൽ മറുപടി പറയാൻ തയ്യാറാവുന്നില്ല, വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഗൗരവമായ ചില വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അവിടേക്കാണ് ഒരു കേന്ദ്രമന്ത്രിയെ ചർച്ചയ്ക്കായി ജിതേന്ദ്ര സിംഗിനെ ചർച്ചയ്ക്കായി വിട്ടത്. ജിതേന്ദ്ര സിംഗ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂലമായ തീരുമാനമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും നീക്കമോ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ആ സമരത്തിൽ ആ ചർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടായതായി വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അവിടെ സമരം തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയമാകുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. പ്രധാന നേതാക്കളെയൊക്കെ MP മാരെയും മന്ത്രിമാരെ അടക്കമുള്ള നേതാക്കളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നു. ചിലരെയൊക്കെ വലിച്ചഴിച്ച് അവിടുന്ന് നീക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി സ്വാഭാവികമായും ആ സമരത്തിന്റെ സ്ഥലത്തേക്കും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. തലസ്ഥാന നഗരം എന്തായാലും നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷുബ്ധമായി തന്നെ നിൽക്കുകയാണ്. പാർലമെന്റിനകത്ത് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന നിലയിൽ കൂടി കാണണമോ നമ്മൾ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ പ്രസൻസിനെ? രാഹുൽ ഗാന്ധി എവിടെ? എന്തുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ നൽകുന്നില്ല? ഇതിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഭിന്നത, അങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന ഒക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോക്രോച്ച് പാർട്ടി നേതാക്കൾ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആശങ്കയ്ക്കൊപ്പം കോൺഗ്രസ് കൂടി ചേരുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന സാഹചര്യമാണോ ഉള്ളത്? രേണുക, പ്രധാനമായും കോൺഗ്രസ് സമരം നടത്തുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ യുവാക്കൾ നടത്തുന്ന സമരത്തിനൊപ്പം അല്ലെങ്കിൽ ആ സമരപ്പന്തലിലോ അവിടെ ഐക്യദാർഢ്യവുമായി ചെല്ലുകയല്ല. കോൺഗ്രസ് അവരുടെ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ മറ്റൊരു സമരം നടത്തുകയാണ്. ഫലത്തിൽ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ നേരിട്ട് ആ പാർട്ടിയുടെ സമരവുമായി CJPയുടെ സമരവുമായി അവർ പങ്കുചേരുന്നില്ല. നേരത്തെ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേരിട്ട് അങ്ങനെ ഒരു സമരത്തിൽ പങ്കുചേർന്നാൽ ഭരണപക്ഷത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ഇത് പ്രതിപക്ഷത്തിൻ്റെ സമരമാണ് എന്ന തരത്തിലേക്ക് വരുത്താൻ. പക്ഷേ കോൺഗ്രസിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വമേധയാ എത്തുന്ന ഒരു സമരമായി CJPയുടെ സമരം മാറിയിട്ടുണ്ട്. അത് രാജ്യത്ത് അതുകൊണ്ട് തന്നെയാണ് അവരുമായി ചർച്ചയ്ക്ക് തയ്യാറായത് എന്നതുകൂടി കാണണം. രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ആൾക്കൂട്ടം എന്ന് എന്ന തരത്തിലേക്കുള്ള ഒരു പാർട്ടി മാത്രമാണ്. അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് ആളുകൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ എത്തുക, അതും ചെറുപ്പക്കാരുടെ വലിയ നിരയാണ് എത്തുന്നത്. അത് ഉണ്ടാക്കിയ ഒരു വലിയ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചർച്ചയ്ക്ക് വന്നത്. കോൺഗ്രസും ആ സമരത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ സമരത്തോട് ചേരുന്നു എന്നോ സമരത്തോട് അങ്ങനെ ചേരാനുള്ള നീക്കത്തെ CJP അംഗീകരിക്കുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചേരാനുള്ള നീക്കമല്ല നടത്തുന്നത്. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടത്തുകയാണ്.
തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഹൈബി ഈഡനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, മല്ലികാർജുൻ ഖർഗെ കാണാം, DK ശിവകുമാറിനെ കാണാം. അങ്ങനെ കോൺഗ്രസിന്റെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ കൂടി നടക്കാനുണ്ട്. അതിനെത്തിയ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, മല്ലികാർജുൻ ഖർഗെ, MP-മാർ, MLA-മാർ, അങ്ങനെ വലിയ നേതാക്കളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിന് നേതൃത്വം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. കിരൺ, ഈ സമരം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന ഈ സമരം തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ ജിതേന്ദ്ര സിംഗ് അവിടേക്ക് എത്തുകയാണ്, രാഹുലുമായി ആശയവിനിമയം നടത്തുകയാണ്. ഇന്നലെ വലിയ പ്രക്ഷോഭം ഉണ്ടായതിനു ശേഷം ഇന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടേതായ ഒരു പ്രതികരണം വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത് കിരൺ റിജിജു NDA യോഗത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ ഇടപെടാതെ തരമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കേന്ദ്രം എത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സഭാ നടപടികൾ നടക്കുന്ന സമയം കൂടിയാണ്. സഭയ്ക്കകത്തും പുറത്തും ഒരേ സമയം പ്രതിഷേധം കടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ഈ ഘട്ടത്തിൽ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കേന്ദ്രം എത്തുന്നു എന്ന് നമുക്ക് കരുതാനാകുമോ? അതാണോ ഇവിടെ എത്തിയ ജിതേന്ദ്ര സിംഗിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്? രേണുക, കേന്ദ്രം ഇതുവരെയും CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ പ്രതിഷേധങ്ങളെയൊക്കെ അങ്ങനെ അത്ര ഗൗരവമായി എടുത്തു എന്ന സംശയമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇങ്ങനെ സമരം നടന്നത് അണ്ണാ ഹസാരെയുടെ കാലത്താണ്. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായിരുന്നു. അതും അന്നത്തെ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ തുടക്കത്തിൽ അങ്ങനെ ഒരു ഗൗരവമായി എടുത്തിരുന്നില്ല. ആ സമരത്തെയും അടിച്ചമർത്താനും ഒക്കെയുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ വളരെ വേഗത്തിലാണ് അതിലേക്ക് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ വരികയും ഡൽഹിയിലെ പ്രധാനപ്പെട്ട അന്ന് രാജ്പഥ് ആയിരുന്നു, അതടക്കം മുഴുവൻ പ്രധാനപ്പെട്ട റോഡുകളിലേക്കും ആളുകൾ നിറയുകയും വലിയ സമര പ്രതിഷേധമായി ഉയരുകയും ഒക്കെ ചെയ്തത്. ഇവിടെയും ഏറെക്കുറെ സമാനമായ രീതിയിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിൽ യുവാക്കൾ വലിയ തോതിൽ എത്തിച്ചേരുന്നു. ആ സമരത്തിന് ഇന്ന് പാർലമെന്റ് ഇന്നലെ തുടങ്ങി. അതാണ് ഇതിലേറ്റവും BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് അതങ്ങനെ സമരം നടന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ആ സമരം എന്ന രീതിയിൽ മാത്രമാണ് അത് രാജ്യത്ത് എത്തുക. പക്ഷേ പാർലമെന്റ് തുടങ്ങിയതോടുകൂടി പാർലമെന്റ് ഇരുസഭകളിലും നടക്കുന്ന വിഷയങ്ങൾ രാജ്യമാകുവാനും ശ്രദ്ധിക്കുന്ന വിഷയങ്ങളാണ്. വാർത്തകൾ വളരെ വേഗത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തും. പാർലമെന്റിനുള്ളിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായ സമരം നടത്തുന്നു. പാർലമെന്റിനുള്ളിൽ ഉന്നയിക്കുക മാത്രമല്ല, ഇപ്പോൾ രണ്ടാം ദിവസമായപ്പോൾ പ്രതിപക്ഷം കൂടി പരസ്യമായ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിനും ഈ യുവാക്കളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരത്തിന് തുടങ്ങുന്നു. സ്വാഭാവികമായും അത്തരം സമരങ്ങൾ ഒരു തരത്ത് യുവാക്കളുടെ വലിയൊരു നിരയിൽ നിൽക്കുന്നു, മറുഭാഗത്ത് രാഷ്ട്രീയമായി അതിനെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നു. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാകും. അതുകൊണ്ട് തന്നെ ആവണം സർക്കാർ ആ കാര്യത്തിൽ ചില ചർച്ചകളൊക്കെ അനുനയ നീക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് സമരം ആരംഭിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സമരസ്ഥലത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ അയക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അത്തരമൊരു ശ്രമം നടത്തേണ്ടത്, അത് ശ്രമം നടത്തി വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അത്തരമൊരു ശ്രമം നടത്തേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് അത് നേട്ടമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് സമരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മന്ത്രിയെ തന്നെ അയച്ച് ഗൗരവത്തോടു കൂടി തന്നെ ആ സമരത്തെ കണ്ടു എന്നുള്ള ഒരു സന്ദേശം നൽകാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും കഴിയും. അത്തരമൊരു നീക്കം തന്നെയാവണം സ്വാഭാവികമായി നടത്തിയത്. എന്തായാലും ആ നീക്കത്തിൽ ഒരു വിജയം ഉണ്ടായിട്ടില്ല. കോൺഗ്രസും കൃത്യമായി ആലോചിച്ച് തന്നെയായിരിക്കും അങ്ങനെ ഒരു സമരത്തിൻ്റെ ജനവികാരം ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന സമയത്ത് അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ബദലായി ഒരു സമര പരിപാടിയിലേക്ക് കോൺഗ്രസും കടക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി VD സതീശനും DK ശിവകുമാർ അടക്കമുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ ഡൽഹിയിലുണ്ടായിരുന്നു. MP-മാരെല്ലാം തന്നെ ഡൽഹിയിലുണ്ട്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സമയത്തിന് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ ആലോചിക്കണം, അത്രയേറെ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അടക്കം ഇപ്പോൾ സമരവേദിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരമൊരു സമരം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുകയാണ്. തീർച്ചയായും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ വിദ്യാർത്ഥികളെ തല്ലിച്ചതിച്ച നടപടിക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രിയുടേതുൾപ്പെടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയത്. എന്തായാലും എത്ര നാൾ സമരം ചെയ്യേണ്ടി വന്നാലും പിന്നോട്ടില്ല എന്നതാണ് അഭിജിത് ദീപ്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ സമരം മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് അതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്.
DK ശിവകുമാറും VD സതീശനും രാഹുൽ ഗാന്ധിക്കൊപ്പം നമുക്ക് കാണാം. ഇരുവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരുണ്ട്, MP മാരുണ്ട്. കുറച്ചധികം പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട് പോലീസ്. എന്തായാലും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അരങ്ങേറുന്നത്. ഇതിനിടെ അനുനയ ശ്രമവുമായി ജിതേന്ദ്ര സിംഗ് എത്തിയെങ്കിലും അത് വിഫലമായിരിക്കുകയാണ്. ഇനി എന്താണ് കേന്ദ്ര നീക്കം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സമരം അവിടെ തുടരുകയാണ്. നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് പോകാം. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യാം.